വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. അത് സാബത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ സാബത്ത് ഒരു വലിയ ദിവസമായിരുന്നു. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ തിരുഹൃദയ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. പെന്തക്കോസ്തി പെരുന്നാളിൽ സഭ വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ ഉദ്ഘാടനം ചെയ്തു. പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 19-ാമത്തെ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ തിരുനാളായി സഭ ആചരിക്കുന്നത്. പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷം ശിഷ്യന്മാർ വിശ്വാസത്തിൽ ഉറയ്ക്കപ്പെടുകയും ആ വിശ്വാസം പ്രഘോഷിക്കുവാനായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. അവർക്ക് ശക്തി പകർന്നത് തമ്പുരാൻ്റെ കാരുണ്യമാണ്, ദിവ്യകാരുണ്യമാണ്. അതിനാൽ വിശുദ്ധ കുർബാനയോടുള്ള പ്രത്യേകമായ ഭക്തി നിലനിർത്തിക്കൊണ്ട് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ സമുചിതമായി പെന്തക്കോസ്തിക്ക് ശേഷം നാം ആചരിക്കുന്നു. കാരുണ്യം ഏകുവാൻ ദൈവം നൽകുന്ന അവസരമായിട്ടാണല്ലോ അതിനെ നാം കാണുന്നത്. വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ശേഷമുള്ള 8-ാം ദിവസം വെള്ളിയാഴ്ച തിരുഹൃദയ പെരുന്നാളായി നാം ആചരിക്കുന്നു. അപ്പോൾ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള 19-ാമത്തെ ദിവസം വെള്ളിയാഴ്ച, വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് ശേഷമുള്ള 8-ാം ദിവസമാകുന്ന വെള്ളിയാഴ്ച ലോകവ്യാപകമായി പരിശുദ്ധ കത്തോലിക്ക സഭ തിരുഹൃദയ തിരുനാളായി ആചരിക്കുകയാണ്. മനുഷ്യവംശത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്താൽ കത്തിയെരിയുന്ന മിശിഹായുടെ തിരുഹൃദയം ധ്യാനിക്കുന്നതിനും നന്ദി അർപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് ഈ തിരുനാൾ. ദൈവത്തെ അറിയുവാനും അനുകരിക്കുവാനും അനുഗമിക്കുവാനും അനുഭവിക്കുവാനുമുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് നമുക്ക് സഭയിലൂടെ സംലഭ്യമാക്കി തന്നിരിക്കുന്നത്. 11-ാം നൂറ്റാണ്ട് മുതൽ സഭയിൽ തിരുഹൃദയ ഭക്തി വളർന്നു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമാശ്വാസം തിരുഹൃദയം പകർന്നു നൽകുകയാണ്. ഫ്രാൻസിലെ ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡ്, വിശുദ്ധ ബൊനവെഞ്ചർ, വിശുദ്ധ ജത്രൂഡ് എന്നിവരാണ് തിരുഹൃദയ ഭക്തി സഭയിൽ പ്രചരിപ്പിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ
1673 1675 ഇടയ്ക്കുള്ള ആ കാലഘട്ടം ഫ്രാൻസിലെ പാരലെമോണിയ എന്ന സ്ഥലത്ത് വിസിറ്റേഷൻ സന്യാസിനി സമൂഹാംഗമായിരുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് യേശുവിൻ്റെ ഹൃദയം പ്രത്യക്ഷപ്പെട്ടു. ദൈവപിതാവിന് മനുഷ്യവംശത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം തിരുഹൃദയത്തിൻ്റെ സാമ്യമായി അതിനോട് സാദൃശ്യപ്പെടുത്തി സഭാപിതാക്കന്മാർ അതിനെക്കുറിച്ച് നടത്തിയ പഠനം ഈ തിരുഹൃദയ ഭക്തി വർദ്ധിപ്പിക്കുവാൻ ഇടയായി. തിരുഹൃദയ ഭക്തിക്ക് ആധാരം ഹൃദയം നാം നോക്കുമ്പോൾ വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കാണിച്ചു കൊടുത്തത് ആ ഹൃദയം തൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് നെഞ്ചുഭാഗത്തായിട്ട് യേശു തമ്പുരാൻ ഒരു വിരൽ കൊണ്ട് താങ്ങിപ്പിടിക്കുന്നതായിട്ടാണ്. അതിൻ്റെ മുകളിൽ കത്തിയെരിയുന്ന ഒരു തീജ്വാല, അതിന് മധ്യത്തിലായി ഒരു കുരിശ്, ആ തീജ്വാലകൾ കുരിശിനെ ആവരണം ചെയ്തുകൊണ്ട് കുരിശിൽ നിന്നും ആ ഹൃദയത്തിൽ നിന്നും പ്രകാശം പുറപ്പെടുവിക്കുകയാണ്. ആ ഹൃദയത്തെ മുൾക്കിരീടം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും രക്തം വാർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദർശനം. ഇതാണ് സഭയിൽ തിരുഹൃദയത്തെക്കുറിച്ച് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്ക് നൽകിയ കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നാം ഇന്ന് കാണുന്നത്. 1856 സാർവത്രിക സഭ തിരുഹൃദയ പെരുന്നാൾ ആഘോഷിക്കുന്നു. അന്നു മുതൽ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി തിരുഹൃദയ പെരുന്നാൾ സഭ ആഘോഷിച്ചു വരികയാണ്. 1899 ആണ്ടിൽ ഭാഗ്യസ്മരണാർഹനായ ലിയോ 13 മാർപ്പാപ്പ ലോകത്തെ മുഴുവൻ യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. ഈ തിരുഹൃദയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് അത് ജീവജലത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ടാണ് നാം കാണുന്നത്. ആർക്കെങ്കിലും ദാഹിക്കുന്നു എന്ന് വരികിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ജീവൻ്റെ ഉറവയിൽ നിന്ന് അവൻ കുടിക്കട്ടെ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നീ സന്തോഷത്തോടെ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കും എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് രക്ഷയുടെ അടയാളമാണ്. രക്ഷകൻ്റെ ഹൃദയം രക്ഷയുടെ സജീവമായ അടയാളമായി വർത്തിക്കുന്നു. അത് സ്നേഹത്തിൻ്റെ ഉറവയാണ്. സർവശക്തനായ ദൈവത്തിന് മനുഷ്യമക്കളോടുള്ള സ്നേഹത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയും ദിവ്യകാരുണ്യമാണ് എന്ന് പറയുന്നത് പോലെ യേശുവിൻ്റെ തിരുഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിന്നാണ് നാം തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ഉറവ അല്ലെങ്കിൽ കേന്ദ്രം മനസ്സിലാക്കുന്നത്. അത് കരുണയുടെ അടയാളമാണ്. പാപികളോടുള്ള ദൈവത്തിൻ്റെ ഉദാരമായ കരുണ അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അനുഭവിക്കുന്നത്. വിശുദ്ധീകരിക്കുന്ന ഒരു ഹൃദയമാണ് അത്. ക്രിസ്തുനാഥൻ്റെ കുത്തിത്തുറക്കപ്പെട്ട
ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയതായ ആ രക്തത്താൽ പാപികൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. നിരന്തരമായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതും നവീകരിക്കപ്പെടേണ്ടതുമായ ഒരു ജീവിതമാണ് നമ്മുടേതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിൻ്റെ ഹൃദയം നാം എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഹൃദയമാണ്. യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയം നിമിത്തം ഓടിപ്പോയ ശിഷ്യന്മാർ ഒന്നിച്ചുകൂടി കതകടച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുന്ന യേശു ഉത്ഥാനത്തിന് ശേഷം ഈ ശിഷ്യന്മാരെയെല്ലാം ഒന്നിപ്പിക്കുന്നത് അവിടുത്തെ ഹൃദയത്തിൻ്റെ മാസ്മര ശക്തിയാണ്. അനന്തമായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്ന അടയാളമാണ് യേശുവിൻ്റെ തിരുഹൃദയം എന്ന് ലിയോ 13 മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട്. പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും തൻ്റെ ദൈവിക സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള അടയാളമാണ് അവിടുത്തെ തിരുഹൃദയം എന്ന് 12 പീയൂസ് മാർപ്പാപ്പായും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യനോടുള്ള തൻ്റെ നിസ്സീമമായ കരുണയുടെ അടയാളമാണ് യേശുവിൻ്റെ തിരുഹൃദയം. മുറിക്കപ്പെട്ട അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് തിരുസഭയും പൗരോഹിത്യവും ഉളവായത് എന്ന് 12 പീയൂസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ നിന്നാണ് തിരുസഭ രൂപപ്പെട്ടത്. അവിടുത്തെ ആ ഹൃദയത്തിൽ നിന്നാണ് പൗരോഹിത്യം ഉണ്ടായത്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നാം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവൻ തുടിക്കുന്ന ഈ ഹൃദയത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ മാമോദീസായും പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് വിശുദ്ധ തോമസ് അക്വീനാസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ തിരുഹൃദയം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന, എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന, എല്ലാവരെയും ശക്തീകരിക്കുന്ന ഒന്നായി കാണുമ്പോൾ ഇപ്പോൾ നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ പ്രസക്തി യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്നവരുടെ കണങ്കാലുകൾ തകർത്ത് താഴെ ഇറക്കുവാൻ പടയാളികൾ വരികയാണ്. യേശുവിനോടുകൂടി ഇടതുവശത്തും വലതുവശത്തും 2 പേരെ ക്രൂശിച്ചിരുന്നു എന്നുള്ളതും നമുക്കറിയാം. എന്നാൽ ആ പടയാളികൾ വന്ന് നോക്കിയപ്പോൾ ഈശോ നേരത്തെ തന്നെ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവിടുത്തെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് വിലാവിൽ കുത്തി ആ മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇവ സംഭവിച്ചതെന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈശോയെ പുതിയ പെസഹ കുഞ്ഞാടായി അവതരിപ്പിക്കുന്ന സുവിശേഷകൻ ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് സ്നാപകയോഹന്നാൻ ആരെ കാണിച്ചു കൊടുത്തുവോ, പെസഹ കുഞ്ഞാടുകളുടെ ആ ഒരു ദൗത്യമാണ് സുവിശേഷകൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. പെസഹ കുഞ്ഞാടുകളുടെ അസ്ഥികൾ തകർക്കപ്പെടാതെ സൂക്ഷിക്കപ്പെടണമെന്ന പഴയ നിയമ കൽപ്പന പുറപ്പാട് പുസ്തകം 12 അധ്യായം 46 വാക്യത്തിൽ നാം കാണുന്നു. ഈശോയുടെ പാർശ്വം കുത്തിപ്പിളർക്കപ്പെടുകയും അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെടുകയും ചെയ്തു. രക്തം ഈശോയുടെ രക്ഷാകരമായ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുകയാണ്. വെള്ളം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. താൻ പാടുപീടകൾ സഹിച്ച് മരിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ട് പോകേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് സഭയെ സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പരമേൽപ്പിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത്. ഈശോയുടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായതിലൂടെ പരിശുദ്ധാത്മാവ് സഭയ്ക്കും മനുഷ്യകുലത്തിനും സംലഭ്യമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടെ പ്രതീകാത്മകമായി അവതരിപ്പിക്കപ്പെടുകയാണ്. മണവാളനായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്നാണ് അവിടുത്തെ മണവാട്ടിയായ സഭ പുറപ്പെട്ടത്. സഭയുടെ കൂദാശകളും ആവിർഭവിക്കുന്നതായി ഈ സംഭവത്തെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ടാണത് പൗരോഹിത്യമായും അത് ശുശ്രൂഷയുടെ മാനദണ്ഡമായും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നത്. പാപത്തിൽ മനുഷ്യകുലത്തിൻ്റെ മാതാവായ ഒന്നാം ഹൗവ ഒന്നാം ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്നാണല്ലോ പൊട്ടിപ്പുറപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യ അമ്മയായ ഹൗവ നിദ്രയിലായി അവളുടെ വിലാവിൽ നിന്ന് വാരിയെല്ലെടുത്താണ് അവന് തുണയായി ഇണയായി ഹൗവായെ അവിടുന്ന് സൃഷ്ടിച്ചത്. അതുപോലെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ മനുഷ്യകുലത്തിൻ്റെ മാതാവായ പരിശുദ്ധ സഭ രണ്ടാം ഹൗവ രണ്ടാം ആദമായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും രക്തത്താൽ ശക്തീകരിക്കപ്പെടുവാനും കൃപയ്ക്കുമേൽ കൃപ നൽകിക്കൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാനും പകർന്നു കൊടുക്കുവാനുമുള്ള ഒരു വലിയ വിളിയാണ് അവിടെ നാം കാണുന്നത്. കൂദാശകളിലൂടെയാണ് സഭയാകുന്ന അമ്മ മക്കളെ അരൂപിയിൽ ജനിപ്പിച്ചു വളർത്തുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവ മക്കളാക്കുന്നു. മോറോനാഭിഷേകത്തിലൂടെ സത്യവിശ്വാസത്തിൻ്റെ മുദ്രയും അടയാളവും പരിശുദ്ധാത്മ നൽവരങ്ങളുടെ പൂർണ്ണതയും നൽകി നയിക്കുന്നു. അനുതാപത്തിലൂടെ അനുരഞ്ജനം പ്രാപിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടും ശ്രദ്ധയോടും പങ്കെടുത്ത് അവിടുത്തെ ദിവ്യകാരുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് കാരുണ്യത്തിൻ്റെ വക്താക്കളാകുവാൻ ദൈവം നമുക്ക് അവസരം നൽകുന്നു. നമ്മുടെ രോഗാവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ അവിടുന്ന് നമ്മെ വഴി നടത്തുന്നു. അങ്ങനെ ഓരോ രക്ഷാകര സംഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, കൂദാശകളിലൂടെ നാം അനുഭവിക്കുമ്പോൾ അത് തമ്പുരാൻ്റെ വിലാവിൽ നിന്നാണ് നമുക്ക് ഒഴുക്കി തന്നത്. ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ പുരോഹിതരെ വിളിക്കട്ടെ, രോഗിക്ക് വേണ്ടി തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകുന്നു. വ്യത്യസ്തമായ കുടുംബങ്ങളിൽ ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന മകനെയും മകളെയും ഇണയായി തുണയായി സ്നേഹത്തിൻ്റെ ബലി ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ അർപ്പിക്കുന്ന പുരോഹിത തുല്യരാക്കി മാറ്റുമ്പോൾ അവരൊക്കെ അനുഗ്രഹീതരായി തീരുകയാണ്. ഞാൻ ഈ ചെയ്തതെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സ്ഥാപിച്ച പൗരോഹിത്യത്തിൻ്റെ ആ ധന്യത നാം മനസ്സിലാക്കുകയാണ്. മാമോദീസായിലൂടെ മക്കളെ അരൂപിയിൽ വളർത്തുവാൻ, പരിശുദ്ധ കുർബാനയിലൂടെ മക്കളെ അരൂപിയിൽ വളർത്തുവാൻ സഭയ്ക്ക് അവിടുന്ന് തൻ്റെ പാർശ്വത്തിൽ നിന്നാണ് ഈ അനുഗ്രഹത്തിൻ്റെ നീരുറവകൾ ഒഴുക്കി കൊടുത്തിരിക്കുന്നത്. തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും എന്ന് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ പാപത്തിൻ്റെ ഫലമുണ്ടായ മരണത്തിൽ നിന്ന് മാനവകുലത്തെ ജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്ന കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയെ നാം കാണുകയാണ്. കുരിശിലുള്ള ഉയർത്തപ്പെടൽ മഹത്വത്തിൻ്റെ ഉയർത്തപ്പെടലിൻ്റെ മുന്നോടിയാണ്. മരുഭൂമിയിൽ സർപ്പദംശനം ഏറ്റ് ആളുകൾ മരിച്ചപ്പോൾ പിത്തള സർപ്പത്തെ ഉയർത്തുവാൻ ആവശ്യപ്പെടുകയും
ആ പിത്തള സർപ്പത്തെ നോക്കിയവർ അനുതപിച്ചുകൊണ്ട് അനുരഞ്ജനം പ്രാപിച്ചതായി നാം കാണുന്നുണ്ട്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും എന്ന് വിശുദ്ധ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഈശോയുടെ ഉയർത്തപ്പെടൽ വിശ്വാസത്തെയും വിശ്വാസമില്ലായ്മയെയും ആധാരമാക്കിയുള്ള രക്ഷയ്ക്കും ശിക്ഷയ്ക്കും നിർണായകമായി തീരുന്നു. ഞാൻ മരുഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 31-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരസ്യജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈശോ തൻ്റെ മഹത്വീകരണത്തെപ്പറ്റി ഇപ്രകാരം പറഞ്ഞു: ഈശോയുടെ മഹത്വീകരണം വഴി എല്ലാ മനുഷ്യരും തന്നിലേക്ക് ആകർഷിക്കപ്പെടും. ദൈവത്തിൻ്റെ രക്ഷാകരമായ സ്നേഹം ഈശോയുടെ ഉയർത്തപ്പെടൽ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് എല്ലാ മനുഷ്യരും ഈ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുമെന്ന് അവിടുന്ന് സൂചിപ്പിക്കുന്നു. കുരിശ് വെളിപ്പെടുത്തലാണ്. ഈശോയുടെ കുരിശുള്ള ഉയർത്തപ്പെടൽ ഒരു വെളിപ്പെടുത്തലായിരുന്നു. മനുഷ്യകുലത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ. പ്രിയ സഹോദരങ്ങളെ, ഇപ്രകാരം തൻ്റെ അനന്തമായ സ്നേഹം തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്ത തമ്പുരാൻ ഈ സ്നേഹഹൃദയത്തെ നാം ഓരോരുത്തരും അനുഭവിക്കുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. കല്ലുകൊണ്ടുള്ള ഹൃദയത്തെ എടുത്ത് കനിവുള്ള മാംസളമായ ഒരു ഹൃദയത്തെ തരണമേ, മനുഷ്യത്വമുള്ള ഒരു ഹൃദയത്തെ തരണമേ, ജീവിതാന്തസ്സിൽ ആവശ്യമായ വരം നൽകണമേ. ഞങ്ങളോടുകൂടി അവിടുന്ന് ആയിരുന്നു കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം അവിടുന്ന് സംരക്ഷിക്കണമേ. ക്ലേശങ്ങളിൽ ആശ്വാസം നൽകണമേ. മരിക്കുവാൻ പോകുന്ന ആളുകൾക്ക് അവിടുന്ന് അഭയമായിരിക്കണമേ. പാപികൾക്ക് അവിടുന്ന് ആശ്രയമാകണമേ. മന്ദഭക്തർക്ക് തീഷ്ണതയുള്ള ഭക്തി അവിടുന്ന് നൽകണമേ. 9 വെള്ളിയാഴ്ചകളിൽ, മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വെള്ളിയാഴ്ചയുടെ തലേ ദിവസം ആദ്യ വ്യാഴാഴ്ച വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് വലിയ അനുഗ്രഹമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹഹൃദയത്തിൽ നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ഈ പ്രപഞ്ചത്തെ സമർപ്പിക്കാം. ഈ ലോകത്തിലുള്ള സമസ്ത സൃഷ്ടവസ്തുക്കളെയും ആ ദൈവത്തിൻ്റെ ഹൃദയത്തിന് നാം സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയവും മനുഷ്യത്വമുള്ള കരുണയുള്ള ഹൃദയമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുവാൻ തിരുഹൃദയ പെരുന്നാൾ നമ്മെ സഹായിക്കട്ടെ.